വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ CA സെക്ഷനിലേക്ക്, കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ പടയൊരുക്കം സീരീസിന്റെ പാർട്ട് 5 ആണ് ഇന്ന് നമ്മൾ ചില ലൈവ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ലൈവ് നമുക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നിങ്ങൾ ലൈവ് കാണുന്ന ഒരു ആവേശത്തോടെയും ആ ഒരു സന്തോഷത്തോടും കൂടി തന്നെ റെക്കോർഡ് കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ നമ്മുടെ പടയൊരുക്കം സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് പത്മ അവാർഡ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഭാരത് രത്നയെ കുറിച്ചുമാണ്. രണ്ടും നമുക്കറിയാവുന്നതാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളാണ് ഒന്ന് പത്മ അവാർഡ്സും അതുപോലെ തന്നെ ഭാരത് രത്ന എന്ന് പറയുന്നത്. അപ്പൊ രണ്ടിനെ കുറിച്ചുമാണ് നമ്മുടെ ഇന്നത്തെ പടയൊരുക്കം സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗാങ്കി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 2025 പത്മ പുരസ്കാരം നേടിയ വനിതകളുടെ എണ്ണം എത്രയാണ് എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എത്ര വനിതകൾക്കാണ് 2025 പത്മ പുരസ്കാരം നേടിയിട്ടുള്ളത്? എത്ര വനിതകൾക്കാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 23 വനിതകൾക്കാണ് അല്ലെ പത്മ അവാർഡ്സ് കിട്ടിയത് 2025. എത്ര വനിതകൾക്കാണെന്ന് ചോദിച്ചാൽ എത്ര വനിതകൾക്കാണ്? 23 വനിതകൾക്കാണ് പത്മ അവാർഡ്സ് ലഭിച്ചിട്ടുള്ളത് 2025 പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്കപ്പോ പത്മ അവാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 2025 ടോട്ടൽ എത്ര പത്മ അവാർഡ്സ് ആണ്? 139 പത്മ അവാർഡ്സ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2025 മൊത്തത്തിൽ എത്രയാണ്? 139 പത്മ അവാർഡ്സ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെടുന്നതാണ് പത്മ അവാർഡ്സ് എന്ന് പറയുന്നത്. 3 കാറ്റഗറികളിലായിട്ടാണ് അല്ലെ. പത്മ വിഭൂഷൺ ഉണ്ടാകും, പത്മഭൂഷൺ ഉണ്ട്, പത്മശ്രീ ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് മേഖലയെന്ന് ചോദിച്ചാൽ നമ്മുടെ സിവിൽ സർവീസ്, എഞ്ചിനീയറിംഗ്, ശാസ്ത്രം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ കല തുടങ്ങിയ വിവിധ മേഖലകളിൽ ഒരു മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച അല്ലെങ്കിൽ പ്രവർത്തനം കാഴ്ചവെച്ചവർക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പത്മ അവാർഡ് കൊടുക്കുന്നത്. അത് 3 കാറ്റഗറിയിലായിട്ടാണ്. പത്മവിഭൂഷൺ ഉണ്ട്, പത്മഭൂഷൺ ഉണ്ട്, പത്മശ്രീ ഉണ്ട് അല്ലെ. അപ്പൊ 2025 ടോട്ടൽ എത്ര പേർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ 139 പേർക്കാണ് പത്മ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 139 പേരിൽ 7 പേർക്ക് പത്മവിഭൂഷൺ ആണ് ലഭിച്ചിട്ടുള്ളത്. എത്ര പേർക്ക്? 7 പേർക്ക് പത്മവിഭൂഷണും അതുപോലെ തന്നെ 19 പേർക്ക് പത്മഭൂഷണും 113 പേർക്ക് പത്മശ്രീയുമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ എത്ര ആളുകൾക്കാണ്? 139 പേർക്കാണ് പത്മ അവാർഡ്സ് 2025 ലഭിച്ചത്. ഇതിന്റെ അകത്ത് 7 പേർക്ക് പത്മ വിഭൂഷൺ ആണ് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ അകത്ത് പത്മശ്രീ ലഭിച്ചത് എത്ര പേർക്കാണ്? 113 പേർക്കും പത്മഭൂഷൺ ലഭിച്ചത് 19 പേർക്കുമാണ്. ഇനി അതിൽ തന്നെ 23 വനിതകൾക്കാണ് പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ വനിതകൾ, പത്മ അവാർഡ് ലഭിച്ച വനിതകളുടെ എണ്ണം എന്ന് പറയുന്നത് 23 ആണ്. പത്മ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വിദേശികൾ 10 പേർക്ക്, 10 വിദേശികൾക്ക് പത്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മരണാനന്തര ബഹുമതിയായിട്ട് പത്മ പുരസ്കാരം ലഭിച്ചത് 13 പേർക്കാണ്. മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് ലഭിച്ചിട്ടുള്ളത്? പത്മ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, ടോട്ടൽ എത്ര പേർക്കാണ്? 139 പേർക്കാണ്. നമ്മൾ പോകാൻ പോകുന്നത് പത്മവിഭൂഷൺ കിട്ടിയ 7 വ്യക്തികളെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പത്മവിഭൂഷൺ എന്ന് പറയുന്നത് ഭാരത് രത്ന കഴിഞ്ഞ് രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ എന്ന് പറയുന്നത്. സോ ആ പത്മവിഭൂഷൺ കിട്ടിയ ആ 7 പേരിലേക്കാണ് നമ്മൾ വരുന്നത്. ചെറിയ കോഡും കാര്യങ്ങളും കണക്ഷൻസ് ഒക്കെ വെച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഇവിടെ ഒരു നാഗമുണ്ട്, ഒരു ആനയുണ്ട്, ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ. നാഗമുണ്ട്, ആനയുണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ നമ്മളെ നാഗം നമ്മളെ കടിച്ചാലും ആന നമ്മളെ ചവിട്ടിയാലും ഒക്കെ നമ്മൾ എങ്ങോട്ടേക്ക് പോകും? മെഡിക്കൽ കോളേജിലേക്കാണ് അല്ലെ. ഓടി നമ്മള് മെഡിക്കൽ കോളേജിലേക്ക് പോകും. ഇത് തന്നെയാണ് ഒന്നാമത്തെ കോഡ് എന്ന് പറയുന്നത്. പാമ്പ് നമ്മളെ കൊത്തിയാലോ ആന നമ്മളെ ചവിട്ടിയാലോ കുത്തിയാലോ ഒക്കെ നമ്മൾ എങ്ങോട്ട് പോകും? ഓടി നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പോകും അല്ലെ, ആശുപത്രിയിലേക്ക് പോകും. അപ്പൊ ഇത് തന്നെയാണ് ആദ്യത്തെ കോഡ്. ആദ്യത്തെ വ്യക്തിനെ പഠിച്ചു വെച്ചോ. ശ്രീ ദുവൂർ നാഗേശ്വർ റെഡ്ഡിയാണ് നമ്മുടെ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത്. പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ശ്രീ ദുവൂർ നാഗേശ്വർ റെഡ്ഡി എന്ന് പറയുന്നത്. മെഡിസിൻ ആണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത്. ആശുപത്രി ഓർത്തു വെക്കാൻ പറഞ്ഞില്ലേ, വൈദ്യശാസ്ത്രമാണ് അദ്ദേഹത്തിന്റെ മേഖല. അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയാണ്? തെലങ്കാനയാണ്. ദുവൂർ നാഗേശ്വർ റെഡ്ഡിയിൽ എന്തുണ്ട്? ഒരു നാഗമുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥലം തെലങ്കാനയിൽ ഒരു ആനയുണ്ട്. അപ്പൊ നാഗം നമ്മളെ കടിച്ചാലും ആന നമ്മളെ ചവിട്ടിയാലോ കുത്തിയാലോ ഒക്കെ നമ്മൾ എവിടെ പോകും? ആശുപത്രി, വൈദ്യശാസ്ത്രത്തിന്റെ അടുത്ത് പോകും അല്ലെ. ആശുപത്രിയിൽ പോകും, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകും. മെഡിസിൻ ആണ്, വൈദ്യശാസ്ത്രമാണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത്. ശ്രീ ദുവൂർ നാഗേശ്വർ റെഡ്ഡി ഓർത്ത് വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ കുറച്ചു മുമ്പ്
ലൈവിൽ വന്നപ്പോ നമ്മുടെ യദൂസ് പറഞ്ഞ പോലെ തന്നെ എന്താ സൂപ്പർമാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ കൂടി ഇതിന്റെ കോഡിനെ കാണാം. അത് നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ യദുകുല വെങ്കിടേശ്വര രാജശേഖര റെഡ്ഡി എന്ന് നമ്മൾ പറയത്തില്ലേ, റെഡ്ഡി, യദുകുല വെങ്കിടേശ്വര രാജശേഖര റെഡ്ഡി എന്ന് നമ്മുടെ ത്രീ കിങ്സ് സിനിമയിൽ പറയുന്നത് പോലെ തന്നെ റെഡ്ഡി, നാഗേശ്വർ റെഡ്ഡി, ദുവൂർ നാഗേശ്വർ റെഡ്ഡി, അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിച്ചു വെക്കാം കേട്ടോ. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്. നമ്മൾ പറഞ്ഞു മെഡിസിൻ ആണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ എന്റെ കോഡായാലും നിങ്ങൾക്ക് എടുക്കാം. ഏത് കോഡ്? നമ്മുടെ നാഗോ ആനയോ ആശുപത്രിയോ ഒക്കെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. സൂപ്പർമാൻ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല എന്താണ് അടിപൊളി കോഡായിട്ട് തോന്നി. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഇനി 3 പത്മ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഡോക്ടർ ആണ് ആരെന്ന് പറയുന്നത്? ശ്രീ ദുവൂർ നാഗേശ്വർ റെഡ്ഡി എന്ന് പറയുന്നത് 3 പത്മ അവാർഡ്സ് ലഭിക്കുന്ന ആദ്യത്തെ ഡോക്ടർ ആണ് കേട്ടോ. 3 പത്മ അവാർഡ്സ് ലഭിക്കുന്ന ആദ്യത്തെ ഡോക്ടർ ആണ് ആരെന്ന് പറയുന്നത്? ശ്രീ ദുവൂർ നാഗേശ്വർ റെഡ്ഡി. അപ്പൊ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. എന്നാണ് പത്മശ്രീ ലഭിച്ചത്? 2002-ലാണെങ്കിൽ പത്മഭൂഷൺ ലഭിച്ചത് 2016-ലാണ്. ഫൈനലി പത്മവിഭൂഷൺ ലഭിച്ചത് 2025-ലാണ്. അപ്പൊ 3 പത്മ അവാർഡ്സ് മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ശ്രീ ദുവൂർ നാഗേശ്വർ റെഡ്ഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 3 പത്മ അവാർഡ്സ് ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡോക്ടർ ആണ് ആരെന്ന് പറയുന്നത്? ശ്രീ ദുവൂർ നാഗേശ്വർ റെഡ്ഡി എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗാസ്ട്രോ എൻട്രോളജി ഹോസ്പിറ്റൽ ഉണ്ട്. അത് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗാസ്ട്രോ എൻട്രോളജി ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗാസ്ട്രോ എൻട്രോളജി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റലിന്റെ സ്ഥാപകനും ചെയർമാനുമായിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നാഗേശ്വർ റെഡ്ഡി എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗാസ്ട്രോ എൻട്രോളജി ഹോസ്പിറ്റൽ ഏതാണ്? അത് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗാസ്ട്രോ എൻട്രോളജി ആണ്. ഏറ്റവും വലിയ ഗാസ്ട്രോ എൻട്രോളജി ഹൈദരാബാദ് ആണ് ഏറ്റവും വലിയ ഗാസ്ട്രോ എൻട്രോളജി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇതിന്റെ സ്ഥാപകനും ചെയർമാനുമാണ് ആരെന്ന് പറയുന്നത്? ശ്രീ ദുവൂർ നാഗേശ്വർ റെഡ്ഡി എന്ന് പറയുന്നത്. അപ്പൊ ചില്ലറക്കാരനല്ല. 3 പത്മ അവാർഡ്സും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിസിൻ വൈദ്യശാസ്ത്രമാണ് മേഖല എന്ന് പറയുന്നത്. തെലങ്കാനയാണ് സ്ഥലം എന്ന് പറയുന്നത്. ഒന്നാമത്തെ വ്യക്തിയെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ വ്യക്തിയിലേക്ക് വരികയാണ്. ആരായി നിൽക്കുന്നത്? ജഗദീഷ് ആണ്. ഈ നിൽക്കുന്നത് ജഗദീഷ് ആണ്. നമ്മുടെ അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഈ നിൽക്കുന്നത് ജഗദീഷ് അല്ലെ. നമ്മുടെ എന്താണ് ഒരുപാട് ചിരിക്കാനുള്ള ഒരുപാട് നമുക്ക് സിനിമയിലാണെങ്കിലും ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത് നമ്മളെ ചിരിപ്പിച്ച വ്യക്തിയാണ് ജഗദീഷ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം എന്ന് പറയുന്ന ഒരു പബ്ലിക് ഫിഗർ ആണ് അല്ലെ. അദ്ദേഹം എപ്പോഴും എന്താണ് ഒരു പബ്ലിക് ഫിഗർ ആണ്. അല്ലെങ്കിൽ ഈ അപ്പുക്കുട്ടൻ, ഈ ക്യാരക്ടറിലെ ജഗദീഷിന്റെ അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണ്? പബ്ലിക് ന്യൂസൻസ്. അതായത് എല്ലാരൊക്കെ നിൽക്കുന്ന സമയത്ത് ചളി അടിക്കുകയും അതുപോലെയൊക്കെ പബ്ലിക് ആയിട്ട് എന്താണ് പബ്ലിക് ലൂയിസൻസ് ആയിട്ട് മാറുന്ന ഒരു ക്യാരക്ടർ ആണെന്ന് അല്ലെങ്കിൽ ഓർത്ത് വെക്കണം. എങ്ങനെ ഓർത്ത് വെച്ചാലും നിങ്ങൾ ജഗദീഷിനെ ഓർത്ത് വെച്ചേക്കണം. രണ്ടാമത്തെ ആളാരാണ്? ജഗദീഷ് ആണ്. ഇവിടുത്തെ നമ്മുടെ ജഗദീഷ് എന്ന് പറയുന്നത് ജഗദീഷ് സിംഗ് ഖേഖർ ആണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഖേഖർ ആണ് ജഗദീഷ് സിംഗ് ഖേഖർ. ജഗദീഷ് ആണ് രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. 2025-ൽ പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള രണ്ടാമത്തെ വ്യക്തി ആരാണ്? അത് ജഗദീഷ് ആണ്. പബ്ലിക് അഫേഴ്സ് നമ്മൾ പറഞ്ഞു, ഒരു പബ്ലിക് ഫിഗർ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അല്ലെങ്കിൽ ഒരു പബ്ലിക് ലൂയിസൻസ് ആണ് അപ്പുക്കുട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ പബ്ലിക് അഫേഴ്സ് ഓർത്ത് വെക്കാം. പൊതുകാര്യമാണ് മേഖല എന്ന് പറയുന്നത്. ചണ്ഡീഗഡ് ആണ് സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ എത്ര പബ്ലിക്കിൽ എന്താണ് കോമഡി പറഞ്ഞാലും നമ്മളെ ചിരിപ്പിച്ചാലും ഒക്കെ റിയൽ ലൈഫിലേക്ക് വരുമ്പോഴെന്താണ് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള മാൻ ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഭയങ്കരമായിട്ട് എന്താണ് സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന, എല്ലാ കാര്യത്തിനെയും കുറിച്ച് നല്ല അറിവുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ജഗദീഷ് എന്താണ് ചീഫ് ജസ്റ്റിസ് ആണെന്ന് കൂടി ഓർത്ത് വെക്കണം കേട്ടോ. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് നമ്മുടെ ഇവിടുത്തെ ജഗദീഷ് സിംഗ് എന്ന് പറയുന്നത്. ജഗദീഷ് സിംഗ് ആരാണ്? മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. 44-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതിയുടെ 44-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. കൂടാതെ ഇന്ത്യയിലെ ആദ്യ സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസുമാരാണ്, അതും ജഗദീഷ് ആണ് കേട്ടോ. ജഗദീഷ് സിംഗ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസ്. കൂടാതെ മറ്റൊരു കാര്യം, 2 പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ വിധികളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പ്രസിദ്ധി ആർജിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരിലേക്കൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഒരു വിധിയിലൂടെയാണ്. ഏതാണെന്ന് ചോദിച്ചാൽ മുത്തലാഖ്, നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ വിവാഹമോചനവുമായിട്ട് ബന്ധപ്പെട്ട് തലാഖ് ചൊല്ലുക എന്ന് പറയും
5 അല്ലെ. അപ്പൊ മുത്തലാഖ്, ആ മുത്തലാഖ് മൗലിക അവകാശമാണെന്ന് വിധിച്ച വ്യക്തിയാണ്. സോ ആ വിധിയാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത്. എല്ലാവരിലേക്കും ശ്രദ്ധിക്കപ്പെടുന്നത് ആ വിധിയിലൂടെയാണ്. സോ മുത്തലാഖ് ഒരു മൗലിക അവകാശമാണെന്ന് വിധിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ജഗദീഷ് സിംഗ് എന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയും, സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് വിധിച്ച ജഡ്ജിംഗ് പാനലിലെ അംഗമായിരുന്നു. ആ കേസ് ഏതാണെന്ന് ചോദിച്ചാൽ പുട്ടുസ്വാമി വീസസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ്. അതായത് സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് വിധിച്ചിട്ടുള്ള ആ ഒരു ജഡ്ജിംഗ് പാനലിലെ അംഗം കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ജഗദീഷ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ നിങ്ങളോട് വേണമെങ്കിൽ ഡയറക്റ്റ് ജഗദീഷ് സിംഗിനെ കുറിച്ച് ചോദിക്കത്തില്ല, വളഞ്ഞ്, നമ്മുടെ PSC അറിയാലേ, നേരെ മൂക്കി പിടിക്കുന്നതിന് പകരം വളഞ്ഞു മൂക്കി പിടിക്കും. എങ്ങനെ ചോദിക്കും നിങ്ങളോട്? 2025 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള മുത്തലാഖ് ഒരു മൗലിക അവകാശമാണെന്ന് വിധിച്ച മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് ജഗദീഷ് സിംഗ് ഖേഗർ ആണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പബ്ലിക് അഫേഴ്സ്, പൊതുകാര്യമാണ് അദ്ദേഹത്തിന്റെ മേഖല. ചണ്ഡീഗഡ് ആണ് അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ ആണെങ്കിൽ അടുത്ത വ്യക്തിയിലേക്ക് പോകാം നമുക്ക്. നമ്മള് ജഗദീഷിനെ കഴിഞ്ഞു വന്നു, ശ്രീ ദുവൂർ നാഗേശ്വർ റെഡ്ഡിനെ കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിലേക്കാണ് നമ്മൾ വരുന്നത്. ആരിലേക്കാണ്? സൂപ്പർ സ്റ്റാർ രജനീകാന്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. രജനീകാന്ത് എന്താണ്? രജനീകാന്ത് തൊട്ടപ്പുറത്ത് ഒരു നൃത്തത്തിനെ കാൽത്തള കിട്ടുന്നതാണ്. രജനീകാന്ത് ആ കഥക് നൃത്തത്തിൽ ഭയങ്കര പ്രാവീണ്യമുള്ളതാണ്. ഈ കഥക് നൃത്തത്തിൽ എന്താണ്, ഏത് കാൽത്തളയാണ് രജനീകാന്ത് കെട്ടുന്നതെന്ന് ചോദിച്ചാൽ ഗുജറാത്തി കാൽത്തളയാണ്. ആര് കെട്ടുന്നത്? രജനീകാന്ത് കെട്ടുന്നത്. മറ്റേ പുലിവാൽ കല്യാണത്തിലെ പാട്ടിലേടാ ഗുജറാത്തി കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണ് അല്ലെ. അപ്പൊ എന്താണ്? മലയാളി പെണ്ണല്ല, രജനീകാന്ത് ആണ് ഗുജറാത്തി കാൽത്തള കെട്ടുന്നതെന്ന് ഓർത്ത് വെക്കണം. ഏത് കാൽത്തളയാണ്? കഥക്കിലെ ഗുജറാത്തി കാൽത്തളയാണ് നമ്മുടെ രജനീകാന്ത് കെട്ടുന്നത്. അപ്പൊ രജനീകാന്ത് ഓർത്ത് വെക്കണം. കഥക് നൃത്തം ഓർത്ത് വെക്കണം. ഏത് കാൽത്തളയാണ്? ഗുജറാത്തി കാൽത്തളയാണ് കഥക്കിൽ ആര് കെട്ടുന്നത്? രജനീകാന്ത് കെട്ടുന്നതെന്ന് ഓർത്ത് വെക്കണം. അപ്പൊ മൂന്നാമത്തെ വ്യക്തിനെ നമുക്ക് കിട്ടും. കുമുദിനി രജനീകാന്ത് ലഖിയാണ്. ആരാണ്? കുമുദിനി രജനീകാന്ത് ലഖിയാണ് മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. രജനീകാന്തിൽ നിന്ന് നമുക്ക് രജനീകാന്തിനെ എടുക്കാം അല്ലെ. കുമുദിനി രജനീകാന്തിൽ നിന്ന് രജനീകാന്തിനെ അങ്ങ് എടുക്കുക. ഏതാണ്? കഥക് നർത്തകയാണ് അല്ലെ. കുമുദിനി രജനീകാന്ത് ഏതാണ്? കഥക് നർത്തകയാണ്. ഈ കഥക്കിൽ ഏത് കാൽത്തളയാ കെട്ടുന്നത്? ഗുജറാത്തി കാൽത്തളയാണ് അല്ലെ കെട്ടുന്നത്. അപ്പൊ സ്ഥലം എവിടെയാണ്? ഗുജറാത്ത് ആണ്. കുമുദിനി രജനീകാന്ത് ലഖിയ കലയാണ് മേഖല എന്ന് പറയുന്നത്. കഥക് കലയായിട്ട് ആർട്ടിന്റെ മേഖല വരും അല്ലെ. അപ്പൊ കലയാണ് മേഖല എന്ന് പറയുന്നത്. എവിടെയാണ് സ്ഥലം? ഗുജറാത്ത് ആണ് സ്ഥലം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്, പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ എന്താണ്? 1987 എന്ത് ലഭിച്ചു? പത്മശ്രീ ലഭിച്ചു. 2010 എന്ത് ലഭിച്ചു? പത്മഭൂഷണും. ഫൈനലി 2025 പത്മവിഭൂഷണും ആർക്ക് ലഭിച്ചു? കുമുദിനി രജനീകാന്ത് ലഖിയയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ കുമുദിനി രജനീകാന്ത് ലഖിയയ്ക്ക് പത്മശ്രീ 1987 ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ എന്ന് ലഭിച്ചു? 2010 ലഭിച്ചു. അതുപോലെ തന്നെ പത്മവിഭൂഷൺ ഫൈനലി 2025 പത്മവിഭൂഷണും ലഭിച്ചതോടുകൂടി 3 പത്മ അവാർഡ്സും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? കുമുദിനി രജനീകാന്ത് ലഖിയയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഓർത്തു വെച്ചേക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്തതിലേക്ക് പോകാൻ നമുക്കിത് ഇവിടെ ദുവൂർ നാഗേശ്വർ റെഡ്ഡിക്കും എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു? പത്മ അവാർഡ്സ്. 3 പത്മ അവാർഡ്സും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ വർഷം കൂടി ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. 3 പത്മ അവാർഡ്സും ദുവൂർ നാഗേശ്വർ റെഡ്ഡിക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത വ്യക്തിയിലേക്ക് നമ്മൾ വന്നു. MT വാസുദേവൻ നായർ അല്ലെ. മരണാനന്തര ബഹുമതിയായിട്ടാണ് MTക്ക് എന്ത് കിട്ടുന്നത്? പത്മ അവാർഡ് കിട്ടുന്നത്. MT വാസുദേവൻ നായരിലേക്കാണ് നമ്മൾ വന്നത്. മരണാനന്തര ബഹുമതിയായിട്ടാണ് നമ്മുടെ MTക്ക് എന്ത് കിട്ടുന്നത്? പത്മവിഭൂഷൺ. 2025 പത്മവിഭൂഷൺ ലഭിക്കുന്നത് നമുക്കറിയാം അല്ലെ. എഴുത്തുകാരനാണ്, സംവിധായകനാണ്, തിരക്കഥാകൃത്താണ് നമ്മുടെ MT എന്ന് പറയുന്നത്. മഞ്ഞ്, രണ്ടാം മൂഴം, അതുപോലെ തന്നെ രക്തം പുരണ്ട മണൽത്തരികൾ, അതുപോലെ തന്നെ അസുരവിത്ത് തുടങ്ങിയ ഒട്ടേറെ കൃതികൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ള നൈനിറ്റാളിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് തുടങ്ങിയ മഞ്ഞ്, അതുപോലെ തന്നെ നായർ പ്രമാണിത്വത്തിലെ എടുത്തുകാട്ടുന്ന 4 കെട്ട് എന്ന് പറയുന്ന കൃതി, അങ്ങനെ ഒരുപാട് രണ്ടാം മൂഴം എന്ന് പറയുന്ന, അതുപോലെ നല്ല നല്ല കൃതികളും നിർമാല്യം എന്ന് പറയുന്ന സിനിമയും ഒക്കെ എന്താണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നല്ലൊരു എഴുത്തുകാരനും സംവിധായകനും അതുപോലെ തന്നെ തിരക്കഥാകൃത്തും ഒക്കെയാണ് നമ്മുടെ MT എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് എന്ത് ലഭിച്ചത്? 2025 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അന്തരിച്ചത് എന്നാണ്. MTയെ കുറിച്ച് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് MTയുടെ കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ.
അന്തരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2024 ഡിസംബർ 25 നമ്മുടെ MT വാസുദേവൻ നായർ അന്തരിക്കുന്നത്. MT അന്തരിക്കുന്നത് എന്നാണ് 2024 ഡിസംബർ 25 ഒരു ക്രിസ്മസ് ദിനത്തിലാണ് MT അന്തരിക്കുന്നത്. സോ ഓർത്ത് വെച്ച് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത വ്യക്തിയിലേക്ക്, അതാ നാലാമത്തെ വ്യക്തിയാണ് MT വാസുദേവൻ നായർ എന്ന് പറയുന്നത്. അടുത്ത വ്യക്തിയിലേക്ക് നമുക്ക് വരാം. അടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഒസാമു സുസുക്കി ആണ്. ഒസാമു സുസുക്കി മോട്ടോഴ്സിന്റെ ആണ് അല്ലെ. ഒസാമു സുസുക്കി ആണ്. ഇവിടെ സുസുക്കി ബൈക്ക് നിൽപ്പുണ്ട്. ഒസാമു സുസുക്കി എന്ന് പറയുന്നത് സുസുക്കി മോട്ടോഴ്സിന്റെ സ്ഥാപകനായിട്ടുള്ള വ്യക്തിയാണ് ഒസാമു സുസുക്കി എന്ന് പറയുന്നത്. ആ സുസുക്കി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇന്ത്യക്കാരനല്ല, മറിച്ച് എവിടുത്തുകാരനാണ്, ജപ്പാൻകാരനാണ് ഒസാമു സുസുക്കി എന്ന് പറയുന്നത്. ഒസാമു സുസുക്കിക്കും എന്തായിട്ടാണ്, മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിനും 2025 എന്ത് ലഭിക്കുന്നത്, പത്മവിഭൂഷൺ ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. സുസുക്കി മോട്ടോഴ്സ് കോർപ്പറേഷന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഒസാമു സുസുക്കി എന്ന് പറയുന്നത്. സുസുക്കി മോട്ടോഴ്സ് കോർപ്പറേഷന്റെ ആരായിരുന്നു, ചെയർമാൻ ആയിരുന്നു ഒസാമു സുസുക്കി. അപ്പൊ സുസുക്കി ബൈക്ക് നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോഴേ മനസ്സിലേക്ക് വരണം 2025 എന്ത് ലഭിച്ചിട്ടുണ്ട്, ഒസാമു സുസുക്കിക്ക് 2025 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. വ്യവസായം, അതുപോലെ തന്നെ സുസുക്കി ബൈക്കൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ മേഖല എന്ത് തന്നെയാണ്, വ്യവസായം വാണിജ്യം എന്ന് പറയുന്നതാണ് അല്ലെ, അല്ലെങ്കിൽ വ്യാപാരം വ്യവസായം തന്നെയാണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത്. ട്രേഡ് ആണ് അദ്ദേഹത്തിന്റെ മേഖല. അവിടുത്തെ പ്രവർത്തനത്തിനാണ്, മികവുറ്റൊരു പ്രവർത്തനത്തിനാണ് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള വിദേശിയാണ്, ജപ്പാൻകാരനാണ് ആരെന്ന് പറയുന്നത്, ഒസാമു സുസുക്കി എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഇനി അടുത്ത വ്യക്തിയിലേക്ക് വന്നാൽ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യത്തിലേക്കാണ് വരുന്നത്. ആരാണ്, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യമാണ്. കലയാണ് മേഖല എന്ന് പറയുന്നത്. വയലിനിസ്റ്റ് ആണ് കേട്ടോ, വയലിനിസ്റ്റ് ആണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന പുള്ളി. എന്താണ്, ഒരു വയലിനിസ്റ്റ് ആണ്. കലയാണ് മേഖല എന്ന് പറയുന്നത്. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, കർണാടകയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത്. സ്ഥലം എവിടെയാണ്, കർണാടകയാണ്. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യമാണ്, കലയാണ്, വയലിനിസ്റ്റ് ആണ്, കർണാടകയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത്. പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് 2001 കേട്ടോ. 2001 എന്ത് ലഭിച്ചിട്ടുണ്ട്, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് എന്ന് ഓർത്തു വെച്ചേക്കണം. 2001 2025 എന്ത് ലഭിച്ചോ, പത്മശ്രീയും പത്മവിഭൂഷണും ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത്. ലാസ്റ്റ് ഫൈനൽ ആളാണ്, മരണാനന്തര ബഹുമതിയായിട്ടാണ് ശാരദാ സിൻഹയ്ക്ക് എന്ത് ലഭിക്കുന്നത്, പത്മവിഭൂഷൺ ലഭിക്കുന്നത്. 2025 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്, അവസാനത്തെ വ്യക്തിയാണ് ശാരദാ സിൻഹ എന്ന് പറയുന്നത്. മരണാനന്തര ബഹുമതിയായിട്ടാണ്, അതായത് ഒസാമു സുസുക്കിക്കും അതുപോലെ തന്നെ ആർക്ക്, MT വാസുദേവൻ നായർക്കും ശാരദാ സിൻഹയ്ക്കും എന്താണ്, മരണാനന്തര ബഹുമതിയായിട്ടാണ് എന്ത് ലഭിക്കുന്നത്, പത്മവിഭൂഷൺ അവാർഡ് ലഭിക്കുന്നത്. കലയാണ് അദ്ദേഹത്തിന്റെ മേഖല. ശാരദയുടെ മേഖല എന്ന് പറയുന്നത് ഏതാണ്, കലയാണ്, ഗായികയാണ്, ബീഹാർ സ്വദേശിയാണ് അല്ലെ, ബീഹാർ ആണ് സ്ഥലം എന്ന് പറയുന്നത്. ബീഹാർ കോകില എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്, ബീഹാർ കോകില എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ശാരദാ സിൻഹ എന്ന് പറയുന്നത്. മരണാനന്തര ബഹുമതിയായിട്ടാണ് കല, ഗായിക, ബീഹാർ ആണ് സ്ഥലം എന്ന് പറയുന്നത്. ബീഹാർ കോകില എന്നറിയപ്പെടുന്നത് ആരാണ്, അത് ശാരദാ സിൻഹയാണ് അല്ലെ. പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് 1991 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ എന്ന് ലഭിച്ചു 2018 പത്മഭൂഷണം ലഭിച്ചു. ഫൈനലി 2025 എന്ത് ലഭിച്ചു, പത്മവിഭൂഷണം ലഭിച്ചതോടുകൂടി ശാരദാ സിൻഹയ്ക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്, 3 പത്മ അവാർഡ്സും ലഭിച്ചിട്ടുണ്ട്. 1991 പത്മശ്രീ, അതുപോലെ തന്നെ പത്മഭൂഷൺ ലഭിച്ചു. 2018 2025 എന്ത് ലഭിച്ചു, പത്മവിഭൂഷണം ലഭിച്ചതോടുകൂടി 3 പത്മ അവാർഡ്സും ലഭിക്കുന്ന വ്യക്തിയായിട്ട് ശാരദാ സിൻഹ മാറിയിരിക്കുകയാണ്. സിൻഹ മരണാനന്തര ബഹുമതിയായിട്ടാണ് ശാരദാ സിൻഹയ്ക്ക് എന്ത് ലഭിക്കുന്നത്, പത്മവിഭൂഷൺ ലഭിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കി വെച്ചേക്കണം. അങ്ങനെ നമ്മളെ 7 വ്യക്തികളെയും പഠിച്ചു കഴിഞ്ഞു അല്ലെ. പത്മ അവാർഡ്സിൽ പത്മവിഭൂഷൺ കിട്ടിയ 7 വ്യക്തികളും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളോട് എങ്ങനെയാണ് താഴെ പറയുന്നതിൽ പത്മ അവാർഡ്സ് കിട്ടിയ വ്യക്തികൾ ആരൊക്കെയാണ് എന്നൊക്കെ അല്ലായിരിക്കും ചോദ്യം വരുന്നത്. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്, 2025 പത്മവിഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുള്ള, ബീഹാർ കോകില എന്നറിയപ്പെടുന്ന, മരണാനന്തര ബഹുമതിയായിട്ട് പത്മ അവാർഡ് കിട്ടിയിട്ടുള്ള ബീഹാർ കോകില എന്നറിയപ്പെടുന്ന ഗായിക ആരാണ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആരുടെ പേര് പറയണം, ശാരദാ സിൻഹയുടെ പേര് പറയണം. ഇനി മരണാനന്തര ബഹുമതിയായിട്ട് പത്മ അവാർഡ്, പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ള, 2025 പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ള മലയാളി ആയിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയണം, MT വാസുദേവൻ നായരുടെ പേര് പറയണം. സോ ഇങ്ങനെയായിരിക്കും നിങ്ങളോട് ചോദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക കേട്ടോ.
ഇനി നമ്മുടെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരത് രത്നയിലേക്കാണ് അടുത്തത് പോകുന്നത്. ഇപ്പൊ വരെ നമ്മൾ എന്താ പഠിച്ചത്? രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പത്മവിഭൂഷണെ കുറിച്ചും പത്മ അവാർഡ്സ് എത്ര പേർക്ക് കിട്ടി എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണയായിട്ടുണ്ടെങ്കിൽ അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് എന്തിലേക്കാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരത് രത്നയിലേക്കാണ് പോകാൻ പോകുന്നത്. ഇനി ഭാരത് രത്നയിലേക്ക് വരുമ്പോൾ അതിനു മുന്നേ ഒരു കാര്യം കൂടി, കേരളത്തിൽ നിന്ന് പത്മ അവാർഡ് ലഭിച്ചവരെ പറ്റി പഠിച്ചു വെക്കണം. ഉറപ്പായിട്ടും എന്താണ് ചോദ്യം വരും. ഭാരത് രത്നയിലേക്ക് പോകുന്നതിന് മുന്നേ കേരളത്തിൽ നിന്ന് പത്മ അവാർഡ് ലഭിച്ചവരെ കുറിച്ച് പഠിച്ചു വെക്കണം. കേരളത്തിൽ നിന്ന് പത്മ അവാർഡ്സ് ലഭിച്ചിട്ടുള്ളത് 5 പേർക്കാണ്. കേരളത്തിൽ നിന്ന് പത്മ അവാർഡ്സ് ലഭിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണ്? പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. പത്മവിഭൂഷൺ ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഒരു വ്യക്തിക്ക് മാത്രമാണ്, മലയാളിയായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് ഈ 2025 പത്മവിഭൂഷൺ ലഭിച്ചത്. അതും മരണാനന്തര ബഹുമതിയായിട്ടാണ്. ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. സാഹിത്യമാണ് മേഖല എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പഠിച്ചു കേരളത്തിൽ നിന്ന് പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ളത് എത്ര പേർക്കാണ്? 5 പേർക്കാണ്. അതിൽ ആദ്യത്തെ പത്മവിഭൂഷൺ ലഭിച്ചത് ഒരാൾക്കാണ്. അത് ആർക്കാണ്? മരണാനന്തര ബഹുമതിയായിട്ട് നമ്മുടെ MTക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. സാഹിത്യമാണ് അദ്ദേഹത്തിന്റെ മേഖലയെങ്കിൽ പത്മഭൂഷൺ ലഭിച്ചത് ആർക്കാണ്? PR ശ്രീജേഷിനാണ് അല്ലെ. സ്പോർട്സ് ആണ്. നമുക്കറിയാം ഹോക്കി താരമാണ് ആരെന്ന് പറയുന്നത്? PR ശ്രീജേഷ് എന്ന് പറയുന്നത് ഹോക്കി താരമാണ്. ധ്യാൻ ചന്ദിന് ശേഷം പത്മഭൂഷൺ ലഭിക്കുന്ന ആദ്യ ഹോക്കി താരമാണ് കേട്ടോ. ലഭിക്കുന്ന ആദ്യത്തെ ഹോക്കി താരമാണ് PR ശ്രീജേഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് KL രത്ന അവാർഡ്, ധ്യാൻ ചന്ദ് KL രത്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എന്നാണ്? 2021 അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്? KL രത്ന ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് എന്ത് ലഭിച്ചു? 2025 പത്മഭൂഷൺ, സിവിലിയൻ, ഉയർന്ന സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പത്മഭൂഷണും ആരെ തേടിയെത്തിയിട്ടുണ്ട്? PR ശ്രീജേഷിന് കിട്ടിയിട്ടുണ്ട്. ഹോക്കി താരമാണ് ആരെന്ന് പറയുന്നത്? PR ശ്രീജേഷ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. PR ശ്രീജേഷിന് എന്ത് ലഭിച്ചു? 2025 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് വന്നാൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിന് എന്ത് ലഭിച്ചു? പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 2025 പത്മഭൂഷൺ ലഭിച്ചത് 2 വ്യക്തികൾക്കാണ്. ആർക്കാണ്? ഒന്ന് PR ശ്രീജേഷ്, രണ്ടാമത്തത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിനെ നമുക്കറിയാവുന്നതാണ് അല്ലെ. കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം എന്ന് പറയുന്നത്. അപ്പോ ഒന്നാമത്തെ ആരാണ്? പത്മവിഭൂഷൺ ഒരാൾക്കേ കിട്ടിയിട്ടുള്ളൂ. കേരളത്തിൽ നിന്ന് കിട്ടിയത് ആർക്കാണ്? MTക്കാണ്. പത്മഭൂഷൺ 2 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് PR ശ്രീജേഷും രണ്ടാമത്തത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ്. ഇനി പത്മശ്രീയും 2 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഒന്ന് IM വിജയനാണ്. സ്പോർട്സ്, ഫുട്ബോൾ ആണല്ലേ അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത്. സ്പോർട്സ് ആണ്. IM വിജയനാണെങ്കിൽ രണ്ടാമത്തത് ആർക്കാണ്? ഡോക്ടർ K ഓമനക്കുട്ടിക്കുമാണ് കേരളത്തിൽ നിന്ന് പത്മശ്രീ ലഭിച്ചിട്ടുള്ള 2 പേരെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പത്മഭൂഷൺ 2 പേർക്ക് ലഭിച്ചിട്ടുള്ളത് PR ശ്രീജേഷും അതുപോലെ തന്നെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരവുമാണ്. പത്മശ്രീ മലയാളത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന് 2 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. IM വിജയനും ഡോക്ടർ K ഓമനക്കുട്ടിയുമാണ്. പത്മവിഭൂഷൺ ഒരാൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. അത് മരണാനന്തര ബഹുമതിയായിട്ട് MT വാസുദേവൻ നായർക്കാണ്. അപ്പൊ ടോട്ടൽ എത്ര പേർക്കാണ്? 5 പേർക്കാണ് കേരളത്തിൽ നിന്ന് ഇക്കൊല്ലം 2025 5 പേർക്ക്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. 25 5 പേർക്കാണ് കേരളത്തിൽ നിന്ന് പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓർത്ത് വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിൽ നിന്നുള്ളത് നമ്മളോട് ചോദിക്കും കേട്ടോ. സെറ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭാരത് രത്നയിലേക്ക് പോവുകയാണ്. ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരത് രത്ന എന്ന് പറയുന്നത്. 2024 ഭാരത് രത്ന കിട്ടിയത് എത്ര ആളുകൾക്കാണെന്ന് ചോദിച്ചാൽ എത്ര ആളുകൾക്കാണ്? അത് 5 പേർക്കാണ് കേട്ടോ. 5 പേർക്കാണ് ഭാരത് രത്ന കിട്ടിയിട്ടുള്ളത്. 2024 ഭാരത് രത്ന പുരസ്കാരം കിട്ടിയത് എത്ര ആളുകൾക്കാണെന്ന് ചോദിച്ചാൽ അത് 5 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് എന്തെന്ന് പറയുന്നത്? ഭാരത് രത്ന എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1954 ജാനുവരി 2 അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭാരത് രത്ന പുരസ്കാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഭാരത് രത്ന കിട്ടുന്നത് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് അല്ലെ. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് ആദ്യത്തെ ഭാരത് രത്ന കിട്ടുന്നത്. ഇന്ന് വരെ ആകെ എത്ര പേർക്കാണ്? 53 പേർക്കാണ് ഭാരത് രത്ന കിട്ടിയിട്ടുള്ളത്. ഇന്ന് വരെ ഈ ഒരു 5 പേരുടെ കണക്കുകൾ കൂടി കൂട്ടി 53 പേർക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? ഇന്ത്യയിലെ
തന്നെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരത് രത്ന കിട്ടിയിട്ടുള്ളത്. ഭാരത് രത്നയാണ് ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി. അത് കഴിഞ്ഞിട്ടാണ് പത്മവിഭൂഷൺ വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, പത്മഭൂഷൺ വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് പത്മശ്രീ വരുന്നത്. ഇങ്ങനെയാണ് സിവിലിയൻ ബഹുമതികളെ ഒരു ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരത് രത്ന കിട്ടിയ ആദ്യത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. എങ്കിൽ പിന്നെ 2024 നമ്മൾ പറഞ്ഞു 5 പേർക്കാണ് എന്ത് ലഭിച്ചത്, ഭാരത് രത്ന ലഭിച്ചതെന്ന് പറഞ്ഞു. ആ 5 പേരിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. 5 പേരെയും നമ്മൾ ഒരു പാട്ടിലൂടെ പഠിക്കാൻ പോവുകയാണ്. റെഡിയല്ലേ നിങ്ങള്? അപ്പൊ 5 പേരെയും നമ്മൾ എങ്ങനെ പഠിക്കാൻ പോവുകയാണ്, ഒരു പാട്ടിലൂടെ പഠിക്കാൻ പോവുകയാണ്. ദാ നോക്കിക്കോ, ഇതാണ് നമ്മുടെ പാട്ടെന്ന് പറയുന്നത്. അധ്വാനശീലനെ കർപ്പൂര ദീപമേ നരസിംഹ സ്വാമിനാഥൻ ശരണം. നമുക്ക് എന്താണ് ആ പാട്ടിലൂടെ പഠിക്കാം. ട്രോളൊക്കെ വരുവോ ഇല്ലയോ അറിയത്തില്ല, എന്നാലും എന്താണ് ഇങ്ങനെ പാട്ടുകളൊക്കെ മാറ്റരുതെന്നൊക്കെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. പക്ഷെ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ, നമ്മൾ ആരെയും തേജോവധം ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് നമ്മുടെ പാട്ടെന്ന് പറയുന്നത്, അധ്വാനശീലനെ കർപ്പൂര ദീപമേ നരസിംഹ സ്വാമിനാഥൻ ശരണം എന്ന് പറയുന്നതാണ് നമ്മുടെ പാട്ടെന്ന് പറയുന്നത്. അതിന്റെ അകത്ത് അധ്വാനശീലനെ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് LK അദ്വാനിനെയാണ്. ഇത് നിങ്ങൾ ഒന്ന് പാട്ട് പാടി 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 പഠിച്ചു കഴിഞ്ഞാൽ 2024 എന്താണ് ഭാരത് രത്ന നിങ്ങൾക്ക് സെറ്റ് ആകും. പാട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നമ്മൾ കേട്ട് 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 പല പാട്ടുകളും എന്താണ് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പഠിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് പഠിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡാണ് പാട്ടിന്റെ രൂപത്തിലേക്ക് അത് മാറ്റുക എന്ന് പറയുന്നത്. അപ്പൊ അധ്വാനശീലനെ എന്ന് നമ്മൾ പറഞ്ഞത് ആരെയാണ്, LK അദ്വാനിനെയാണ്. ഇനി കർപ്പൂര ദീപമേ എന്ന് നമ്മൾ പറഞ്ഞത് കർപ്പൂരി ഠാക്കൂറിനെയാണ് നമ്മൾ കർപ്പൂര ദീപമേ എന്ന് പറഞ്ഞത്. ഇനി നരസിംഹസ്വാമി PV നരസിംഹറാവുവിനെയാണ് നമ്മൾ നരസിംഹസ്വാമി. സ്വാമിനാഥൻ ആരാണ്? സ്വാമിനാഥൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണ്, IMS സ്വാമിനാഥൻ ആണല്ലേ. ഇനി ശരണം ശരണമായിട്ട് എടുക്കുക കേട്ടോ. ചൗധരി ചരൺ സിംഗിനെയാണ് ശരണം എന്ന് പറഞ്ഞത്. ശരണമായിട്ടൊന്ന് എടുക്കുക, ശരണായിട്ടൊന്ന് എടുക്കുക. ചൗധരി ചരൺ സിംഗിനെയാണ് എന്ത് പറഞ്ഞത്, ശരണം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ പാട്ട് എങ്ങനെയാണ്, അധ്വാനശീലനെ കർപ്പൂര ദീപമേ നരസിംഹ സ്വാമിനാഥൻ ശരണം എന്ന് പറയുന്നതാണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, ഇതാണ് നമ്മുടെ സോങ് എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു 2024 ഭാരത് രത്ന പുരസ്കാരം ലഭിച്ചവരാരൊക്കെയാണ്, LK അദ്വാനി, അധ്വാനശീലൻ ഓർത്തു വെച്ചേക്കണം, കർപ്പൂരി ഠാക്കൂർ, കർപ്പൂര ദീപമേ അല്ലെ, PV നരസിംഹറാവു, നരസിംഹം ഓർത്തു വെച്ചേക്കണം കേട്ടോ, നരസിംഹം ഓർത്തു വെച്ചേക്കണം, സ്വാമിനാഥൻ MS സ്വാമിനാഥൻ, അതുപോലെ തന്നെ ശരൺ ഓർത്തു വെച്ചേക്കണം, ചൗധരി ചരൺ സിംഗ്. ഈ 5 പേർക്കുമാണ് 2024 എന്ത് കിട്ടിയിട്ടുള്ളത്, ഭാരത് രത്ന പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഇനി ഓരോ വ്യക്തികളിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ PV നരസിംഹറാവു പഠിച്ചു വെച്ചേക്കണം, ഇന്ത്യയുടെ 9ാമത്തെ പ്രധാനമന്ത്രിയാണ് അല്ലെ. 9ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു PV നരസിംഹറാവു എന്ന് പറയുന്നത്. എത്രാമത്തെയാണ്, 9ാമത്തെ പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. 1991 96 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ്, 9ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് PV നരസിംഹറാവു എന്ന് പറയുന്നത്. നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലാണ് 73, 74 ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ PV നരസിംഹറാവുവിന്റെ കാലത്താണ് നിലവിൽ വരുന്നത്. ഏതൊക്കെയാണ്, 73, 74 ആരുടെ കാലഘട്ടത്തിലാണ്, PV നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലാണ് നിലവിൽ വരുന്നത് എന്നുകൂടി പഠിച്ചു വെച്ചേക്കണം. നമ്മുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു PV നരസിംഹറാവു, 9ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. സോ അടുത്ത വ്യക്തിയിലേക്ക് വന്നാൽ LK അദ്വാനി. ഇവരെ കുറിച്ച് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കേട്ടോ പറയുന്നത്. കാരണം 2024 ഭാരത് രത്ന കിട്ടിയ സ്ഥിതിക്ക് ഇവരെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. LK അദ്വാനി എന്താണ്, അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയിൽ ആദ്യം ആഭ്യന്തരമന്ത്രിയും പിന്നീട് ഇന്ത്യയുടെ 7ാമത്തെ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, LK അദ്വാനി അല്ലെങ്കിൽ ലാൽ കൃഷ്ണ അദ്വാനി എന്ന് പറയുന്നത് അല്ലെ. LK അദ്വാനി അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ ആദ്യം ആഭ്യന്തരമന്ത്രിയും പിന്നീട് എന്താണ് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ്. പ്രധാനമന്ത്രിയായത് എന്നാണ് 1999 ഏറ്റു. 2004 ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയും അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് LK അദ്വാനി എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത വ്യക്തിയിലേക്ക് വന്നാൽ കർപ്പൂരി ഠാക്കൂറിലേക്കാണ് നമ്മൾ വരുന്നത്. അടുത്ത വ്യക്തി ആരാണ്, കർപ്പൂരി ഠാക്കൂർ ആണ്. 1970, 71 1977, 79 2 തവണ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി. ബീഹാറിന്റെ
മുഖ്യമന്ത്രിയാണ് കേട്ടോ. കർപ്പൂരി ഠാക്കൂർ എവിടുത്തെ മുഖ്യമന്ത്രിയാണ്? ബീഹാറിലെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ നമ്മള് ഖറിലാണ് അല്ലെ കർപ്പൂരം കത്തിക്കുന്നത്? എവിടെയാണ്? ഖറിലാണ് നമ്മൾ സാധാരണ കർപ്പൂരം കത്തിക്കാറുള്ളതെന്ന് ഓർത്ത് വെച്ചാൽ മതി. 1970, 71 അതുപോലെ തന്നെ 77, 79 എന്താണ്? ബീഹാറിൽ 2 തവണ മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് കർപ്പൂരി ഠാക്കൂർ. ജൻ നായക് എന്നറിയപ്പെടുന്നത് ആരാണ്? കർപ്പൂരി ഠാക്കൂർ ആണെന്ന് ഓർത്ത് വെക്കുക. ജൻ നായക് എന്നറിയപ്പെടുന്നത് കർപ്പൂരി ഠാക്കൂർ ആണ്. അടുത്ത വ്യക്തിയിലേക്ക് വരാം. MS സ്വാമിനാഥൻ ആണ് കേട്ടോ. MS സ്വാമിനാഥൻ മങ്കൊമ്പ് സാംബശിവൻ എന്നാണ്. സാംബശിവൻ സ്വാമിനാഥൻ മരണാനന്തര ബഹുമതിയായിട്ടാണ് MS സ്വാമിനാഥൻ എന്ത് ലഭിക്കുന്നത്? ഭാരത് രത്ന ലഭിക്കുന്നത്. ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് MS സ്വാമിനാഥൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ആരെന്ന് പറയുന്നത്? MS സ്വാമിനാഥൻ. ഇന്ത്യയെ കാർഷിക രംഗത്തെ സ്വയം പര്യാപ്തമാക്കാൻ അദ്ദേഹത്തിനെ ആധുനികവൽക്കരിക്കുവാനും സഹായിച്ച വ്യക്തിയാണ് അല്ലെ. ഇന്ത്യൻ കാർഷിക രംഗത്തെ സ്വയം പര്യാപ്തമാക്കാനും അതിനെ ആധുനികവൽക്കരിക്കുവാനും സഹായിച്ച വ്യക്തിയാണ് നമ്മുടെ MS സ്വാമിനാഥൻ എന്ന് പറയുന്നത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? MS സ്വാമിനാഥൻ. പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. MS സ്വാമിനാഥൻ എന്ത് ലഭിച്ചിട്ടുണ്ട്? എല്ലാ ഉയർന്ന സിവിലിയൻ ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. പത്മ അവാർഡ്സ് 3 ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ എന്ന് ലഭിച്ചു 1987 ലഭിച്ചു. 1967 ലഭിച്ചു. 1967 എന്ത് ലഭിച്ചു? പത്മശ്രീ ലഭിച്ചു. അതുപോലെ തന്നെ പത്മഭൂഷൺ 1972 ലഭിച്ചു. അതുപോലെ തന്നെ പത്മവിഭൂഷൺ 1989 2024 ഭാരത് രത്ന കൂടിയായപ്പോൾ എല്ലാ ഉയർന്ന സിവിലിയൻ ബഹുമതിയും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? MS സ്വാമിനാഥന് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കോ, 1967 എന്ത് ലഭിച്ചു? പത്മശ്രീ ലഭിച്ചു. 1972 എന്ത് ലഭിച്ചു? പത്മഭൂഷൺ ലഭിച്ചു. 1989 പത്മവിഭൂഷണും 2024 ഭാരത് രത്നയും ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് MS സ്വാമിനാഥൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വർഷം ഇത്രയും, ഈ 4 വർഷവും എന്താണ്? ഓർത്തു വെച്ച് പഠിക്കണം. ഈ 4 വർഷങ്ങളിലായിട്ട് ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളൊക്കെ എന്താണ്? നമ്മുടെ MS സ്വാമിനാഥന് ലഭിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോക്കുക. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത വ്യക്തി ചൗധരി ചരൺ സിംഗിലേക്കാണ് നമ്മൾ വന്നത്. ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനിയുമായ വ്യക്തിയാണ് ചൗധരി ചരൺ സിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയുമായിട്ടുള്ള വ്യക്തിയാണ്. ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയുമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ചൗധരി ചരൺ സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും സ്വതന്ത്ര സമര സേനാനിയുമായിട്ടുള്ള വ്യക്തിയാണ്. ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പ്രവർത്തിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ചൗധരി ചരൺ സിംഗ് എന്ന് പറയുന്നത്. അവസാന വ്യക്തിയിലെ ആണ് നമ്മൾ പഠിച്ചത്. ഇത്രയും പേർക്കാണ് എന്ത് ലഭിച്ചത്? 2024 ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള, അതായത് 2024 ഭാരത് രത്ന കിട്ടിയത് 5 പേർക്കാണ്. 5 പേരെയും കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് അവരെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. ജസ്റ്റ് അവരെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ 4 വ്യക്തികളെയും കുറിച്ച് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. കാരണം 2024 ഇവർക്ക് ഈ 5 വ്യക്തികളെ കുറിച്ചും, ഈ 5 വ്യക്തികൾക്കുമാണ് 2024 എന്ത് ലഭിച്ചിട്ടുള്ളത്? ഭാരത് രത്ന ലഭിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടാണ് കേട്ടോ 5 പേർക്ക് ഭാരത് രത്ന ലഭിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ്. സോ 5 പേരെയും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് ഇത് നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 2 ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ പത്മ അവാർഡ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഒന്ന് ഭാരത് രത്നയെ കുറിച്ചും ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടുകൾ മാത്രമാണ്. വാരി വലിച്ച് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇനി വരുന്ന എക്സാമിനൊക്കെ വാരി വലിച്ചല്ല, ഏറ്റവും കണ്ണിങ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മുടെ പടയൊരുക്കം സീരീസിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്, കണ്ടന്റുകൾ മാത്രമാണ്. ഒന്നും നമുക്ക് ഇതിന്റെ അകത്ത് നിന്ന് കട്ട് ചെയ്ത് കളയാനില്ല. കാരണം എല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ 2 ഹോട്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ച പ്രജനി പ്രകൃതി എന്നതിന്റെ സങ്കരയിനം ഏതിന്റെ സങ്കരയിനമാണ്? പ്രജനി പ്രകൃതി എന്ന് പറയുന്നത് ഏതിന്റെ സങ്കരയിനമാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ
ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. ഇന്ന് എക്സാം എഴുതാൻ പോയിട്ടുള്ളവരുണ്ട്, എല്ലാവർക്കും ഇന്നത്തെ എക്സാം എന്താണ് അടിപൊളിയായിട്ട് തീരട്ടെ, അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ, നല്ല ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് സന്തോഷത്തോടെ പുറത്തു വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. കാരണം നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എക്സാമിന് വരട്ടെ, നിങ്ങൾക്ക് അതൊക്കെ ഓർത്തെടുത്ത് ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ച് നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നല്ല ഉഷാറായിട്ട് ആക്റ്റീവായിട്ട് എല്ലാവരും എക്സാം എഴുതി പഠിച്ച കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് ഒരു ടെൻഷനും കൂടാതെ കൂളായിട്ട് എക്സാം എഴുതി തിരിച്ചു വരട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും. ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് നാളെ എന്താണ് നമ്മുടെ വീക്കിലി സെക്ഷൻ ആണ് നാളെ എന്ന് പറയുന്നത്. നാളെ നമ്മുടെ വീക്കിലി സെഷൻ 10:30 തന്നെ നിങ്ങൾ എത്തണം. ഞായറാഴ്ച, അതായത് ഈ വീക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം നാളെ ഒരു ദിവസം നമ്മൾ ഓർത്തെടുക്കാൻ പോവുകയാണ്. സോ എല്ലാവരും വീക്കിലി സെക്ഷൻ അറ്റൻഡ് ചെയ്ത് നല്ല ഉഷാറായിട്ട് അറ്റൻഡ് ചെയ്ത് നമുക്ക് ഈ വീക്ക് പഠിച്ച കാര്യങ്ങളെയൊക്കെ സെറ്റാക്കി വെക്കണം. അപ്പൊ നാളെ 10:30 വീക്കിലി സെക്ഷനുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഓൾ.